വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നോടൊപ്പം ചേരുന്നു. പ്രതിപക്ഷ നേതാവ് നാളെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുകയാണ്. പ്രതിപക്ഷം ഏത് തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ആവശ്യം? പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോ ഒരു അന്താരാഷ്ട്ര കൺവെൻഷൻ അനുസരിച്ചിട്ട് ഒരു L4 ലെവലിലുള്ള ഒരു വലിയ ദുരന്തമാണ്. അതിന് വേണ്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായമാണ്. കേന്ദ്ര ഗവൺമെന്റ് സാധാരണ കൊടുക്കുന്ന DRF കൂടാതെ ഒരു സ്പെഷ്യൽ ഫിനാൻഷ്യൽ പാക്കേജ് വയനാടിന് വേണ്ടി നൽകണം. അപ്പോൾ ആദ്യത്തെ ഘട്ടം പുനരധിവാസമാണ് ഈ ഇരകളെ. രണ്ടാമത്തെ ഘട്ടം ഈ ലൊക്കേഷനിൽ തന്നെ വീണ്ടും അപകട സാധ്യതയിൽ കഴിയുന്ന സാധാരണ മനുഷ്യരുണ്ട്, അവരെ കൂടി റീലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ 2 ഘട്ടത്തിലുള്ള പുനരധിവാസം വേണം. 3 ഓരോ ഫാമിലിക്കും പ്രത്യേകമായ ഫാമിലി പാക്കേജ് വേണം. കുട്ടികൾ, അനാഥരായവർ, പ്രായമായവർ മാത്രമായത്, വരുമാനം നഷ്ടപ്പെട്ട ആളുകൾ. അപ്പോൾ ഓരോ കുടുംബത്തിനും ഓരോ ഫാമിലി പാക്കേജ് പോലെ ചെയ്യണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇനി ഇത്തരം ദുരന്തം ഉണ്ടാകാൻ പാടില്ല. പെട്ടിമല, പുത്തുമല, കവളപ്പാറ, മുണ്ടകൈ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള ഒരു പക്ക വാർണിംഗ് സിസ്റ്റം നമുക്കുണ്ടാകണം. ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എങ്ങനെയാണ് പ്രതിപക്ഷം നോക്കി? ഞങ്ങൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുകയല്ലേ. ഞങ്ങൾ ഇന്നലെ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗവും സർക്കാരുമായി പൂർണ്ണമായി സഹകരിച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ 100 വീടുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ടൗൺഷിപ്പാക്കി ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ഉണ്ടാകുന്ന രീതിയിൽ ഒരു വീടിന് 4 ലക്ഷം അല്ല 8 ലക്ഷം രൂപയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നല്ല വീടുണ്ടാക്കി നല്ല രീതിയിൽ പുനരുദ്ധരിപ്പിക്കുക. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പല സ്ഥലത്തും പഠിക്കുന്നുണ്ട് കുട്ടികൾ. അതൊക്കെ ഞങ്ങൾ കുറേ കാര്യങ്ങളിൽ ഞങ്ങൾ സഹായിക്കാം. ഏതെല്ലാം തരത്തിൽ സഹായിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം സഹായിക്കും. പക്ഷേ ഇത് വരാതെ നോക്കുക. ഇത് കേരളം അപകടത്തിലാണ്. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ വീണ്ടും ഭൂകമ്പം ഉണ്ടായെന്ന് പറയുന്നു, കള്ളക്കടൽ പ്രതിഭാസം കാണുന്നു. അപ്പൊ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാകണം. അത് കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ വിവിധ ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപനം ഉണ്ടാകണം. റെയിൻ ഗേജിംഗ്, സോയിൽ പരിശോധന പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇത് ഡാറ്റ അനലൈസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി പെട്ടെന്ന് വാർണിംഗ് കൊടുക്കാനും ഇവാക്യുവേഷൻ പ്ലാൻ ഉണ്ടാകണം. അതിന് ടെമ്പററി ഷെൽട്ടറുകൾ ഉണ്ടാകണം. ഇപ്പം ഇവിടെ തന്നെ പലർക്കും വാടകയ്ക്ക് വീട് കിട്ടാനില്ല. ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ടെമ്പററി ഷെൽട്ടറുകൾ നാഷണൽ ഏജൻസികളെ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം ഒരു റൂമും ഒരു കിച്ചണും പൊതു ടോയ്ലറ്റുകളൊക്കെ എല്ലാം ഉള്ള ടെമ്പററി ഷെൽട്ടർ അറേഞ്ച് ചെയ്യുക, വാടക വീടില്ലെങ്കിൽ. സർക്കാർ അങ്ങനെ ഒരു കൂടിയാലോചന നടത്തുന്നുണ്ടോ? എങ്ങനെ വേണം പുനരധിവാസം എന്ന കാര്യത്തിൽ? സംസാരിച്ചിട്ടില്ല. ഞങ്ങളുടേതായ ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നിരന്തരമായി 2021 മുതൽ പറയാണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന കാരണം കാണാതെ പോകരുത്. ഗവൺമെന്റ് കാണാതെ പോയാൽ അപകടമാണ്. ഈ സംഭവത്തിന് മുമ്പ് 2 ആഴ്ച മുമ്പ് നിയമസഭയിലും അവസാനം ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞു, ക്ലൈമറ്റ് ചേഞ്ച് കാണാതെ പോകരുത്, അപകടമാണ് എന്ന് പറഞ്ഞു. അത് ഗൗരവത്തോടുകൂടി കൈകാര്യം. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന എല്ലാ പുനരധിവാസ നടപടികളോടും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും. പക്ഷേ കോംപ്രഹെൻസീവായ ഒരു പ്ലാൻ അത് പ്രതിപക്ഷം തയ്യാറാക്കും. ആ പ്ലാൻ തയ്യാറാക്കുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ സർക്കാരിന് സമാന്തരമായൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അത് വൈകാതെ തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്.